വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ അതിലൊന്നും റിസ്ക് എടുക്കാറില്ല. സ്റ്റാർ 2 ദിവസം ആകുമ്പോഴേക്കും അതിന്റെ പണിയൊക്കെ കറിയും കാര്യങ്ങളും കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിയതൊക്കെ കഴിച്ചിട്ടാണ് നമ്മളുടെ നോമ്പ് നമ്മൾ വീടുന്നത്. ക്രിസ്മസിന്റെ ഒരു ഫീല് തോന്നും. കാരണം ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ക്രിസ്മസ് അല്ലെങ്കിൽ ആ ഒരു ഡിസംബറിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അല്ലേ. അപ്പൊ ഡിസംബർ എന്ന് പറയുമ്പോൾ തന്നെ എന്തായാലും നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് എന്തായാലും ക്രിസ്മസ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഒരു ക്രിസ്മസ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അതുപോലെയുള്ള ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എൻ്റെ ഒരു ക്രിസ്മസ് എങ്ങനെയാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഡിസംബർ മെമ്മറീസ് എങ്ങനെയാന്നൊക്കെ വിചാരിച്ച് അപ്പൊ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ എന്താ പറയാ, ഒരു വ്ളോഗ് മാസ് സീരീസ് എന്നുള്ള പോലെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എത്രത്തോളം എനിക്ക് പ്രാക്ടിക്കലാണെന്ന് എനിക്കറിയില്ല. അതായത് ഇപ്പൊ പലരും നമുക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാലോ. അതായത് നമ്മളൊരു ഡിസംബർ മന്തില് നമ്മള് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ അല്ലാത്ത വ്ളോഗ്സും അതിലുണ്ടാവും. അങ്ങനെ നമ്മളൊരു ഡിസംബർ 25th വരെ എന്നുള്ളതില് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലോ അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് 10 days അല്ലെങ്കിൽ ഡിസംബർ 1st തൊട്ട് 25th വരെ അങ്ങനെയൊക്കെ വീഡിയോസ് ഇടും. അപ്പൊ അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കറിയില്ല എത്രത്തോളം എനിക്കത് പറ്റുന്നു. കാരണം 2 ചെറിയ കുട്ടികളുണ്ട്. അപ്പൊ ഇതന്നെ എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ അവര് കാണാതെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. കാരണം അവര് വന്നു കഴിഞ്ഞാൽ ഈദുകളൊക്കെ ഇരിക്കുമ്പോൾ എന്തായാലും കുട്ടികളാണല്ലോ, അതൊക്കെ എടുക്കാനുള്ള ഒരു ഇത് വരുന്നോണ്ട് എത്രത്തോളം ഇവിടെ ഇരിക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ അവര് ഇല്ലാത്ത സമയം അല്ലെങ്കിൽ ഒരു TV കാണുമ്പോൾ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വലിയ കാര്യമായിട്ടില്ല എങ്കിലും. അപ്പോ അങ്ങനെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നുണ്ട്. കണ്ടിന്യൂസ് എന്നല്ല, ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ അല്ലെങ്കിൽ ഒരു വീക്ക്ലി 3 വീഡിയോസ് വെച്ചിട്ടെങ്കിലും ഡിസംബർ 25th വരെ ചെയ്യണമെന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യണമെന്നുണ്ട്. പിന്നെ ഡിസംബർ 1st ഈ ഒരു വീഡിയോ ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിനും പറ്റിയില്ല. ഒരു 3 days കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോ ഈ ഒരു എന്റെ വ്ളോഗ് മാസ് സീരീസിലെ ഫസ്റ്റ് വീഡിയോ തന്നെ ഇടുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് തന്നെ എന്തായാലും ക്രിസ്മസ് എന്ന് പറയുന്ന ആ ഒരു മന്ത് അല്ലെങ്കിൽ ആ ഡിസംബർ എന്ന് പറയുന്നത് വളരെയധികം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മാസം തന്നെയാണ്, ഒരു ഡിസംബറിലേക്ക് ആവാനായിട്ട്. പ്രത്യേകിച്ച് നമ്മൾ സ്കൂൾ ടൈം ആണെങ്കിലും നമുക്ക് എന്താ പറയാ, ഒരു വെക്കേഷനുള്ള സമയമാണ്. ഒരു എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 10 days കിട്ടും. പിന്നെ ചിലപ്പോ നമുക്ക് എന്താ പറയാ ക്രിസ്മസും കിട്ടും, ന്യൂ ഇയറും കിട്ടും. അപ്പൊ ഈ ഒരു സമയം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ പ്രത്യേകിച്ച് ചൂടൊക്കെ കുറഞ്ഞ് എന്താ പറയാ ഒരു ക്ലൈമറ്റ് ആണെങ്കിലും നല്ല കാറ്റും രാത്രിയിലെ തണുപ്പും അങ്ങനെയൊക്കെ. പക്ഷെ തണുവും കാര്യങ്ങളൊന്നും ഇപ്പൊ പറയുന്നത് അത്ര വലിയ കാര്യമാണ്. കാരണം ഇപ്പോഴും ഡിസംബർ ആയിട്ടും മഴയാണ്. അപ്പോൾ ക്ലൈമറ്റ് ഒക്കെ ആകെ മാറി. പക്ഷെ എങ്കിലും എൻ്റെ ഒരു സ്കൂൾ ടൈം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതാണ്. കാരണം ഒരു എക്സാം ഒക്കെ കഴിഞ്ഞ് ശരിക്കും നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു ക്രിസ്മസിന്റെ ഒരു ഫീല് തോന്നും. കാരണം ഒരു ക്ലൈമറ്റ് ഒക്കെ മാറി, ചൂടൊക്കെ കുറഞ്ഞ് നല്ല കാറ്റും തണുപ്പൊക്കെ ഉള്ള ഒരു സീസണാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്രിസ്മസ് ഒരു സ്പെഷ്യൽ തന്നെയാണ്. പിന്നെ നമ്മൾ ക്രിസ്ത്യൻസ് ആകുമ്പോൾ എന്തായാലും നമ്മുടെ ഒരു മെയിൻ ഒരു സെലിബ്രേഷൻ തന്നെയാണല്ലോ ക്രിസ്മസ്. പിന്നെ പാതിര കുർബാനയ്ക്ക് പോണ കാര്യങ്ങളും അങ്ങനത്തെ മെമ്മറീസ് ഒക്കെ. പാതിര കുർബാനയ്ക്കൊന്നും എനിക്ക് അത്രയ്ക്ക് പോകാൻ പറ്റാറില്ല. കാരണം ഞങ്ങളുടെ പള്ളി കുറച്ച് എന്താ പറയാ, നമുക്ക് കുറച്ച് ഇതുള്ളതുകൊണ്ട് നടന്നു പോകാനുള്ള ഒരു ദൂരമല്ല, അതിനേക്കാളുള്ളതുകൊണ്ട് അധികം നമ്മൾ പോവാറില്ല. പക്ഷെ എന്നാലും ആ രാത്രിയിലെ സമയത്ത് ഒരു ക്രിസ്മസിന്റെ സമയം ഒരു രാത്രി 12 മണിയൊക്കെ ആകുമ്പോൾ ചുറ്റുമുള്ള സ്ഥലങ്ങൾ പടക്കം പൊട്ടിക്കണതും അതിന്റെ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നത്. പിന്നെ രാത്രിയിലാണെങ്കിൽ ഇപ്പോഴാണല്ലോ നമുക്ക് ഈ നെറ്റും കാര്യങ്ങളൊക്കെ വന്നത്. മറ്റേതാണെങ്കിൽ നമ്മൾ ഫുള്ള് TV ഓരോ എന്താ പറയാ എന്തെങ്കിലും സെലിബ്രേഷൻ, ന്യൂ ഇയറിനായിരിക്കും കൂടുതൽ ഉണ്ടാവാം. എന്നാലും അതുപോലെ പരിപാടികളും കാര്യങ്ങളൊക്കെ കാണലും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ നമ്മുടെ കസിൻസ് വരും, വെക്കേഷന്റെ സമയമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും കസിൻസിന്റെ വീട്ടിൽ പോവും, അല്ലെങ്കിൽ ട്രിപ്പ് പോവും. അങ്ങനെയൊക്കെയുള്ള നല്ല മെമ്മറീസ് ഉള്ള സമയമാണ്. പിന്നെ ക്രിസ്മസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പള്ളികളിലൊക്കെ ഇങ്ങനെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് കോമ്പറ്റീഷൻസ് ഉണ്ടാവും. എന്താ പറയാ, ക്രിസ്മസിന് ട്രീ കോമ്പറ്റീഷൻ ഉണ്ടാവും. പിന്നെ അല്ലെങ്കിൽ ക്രിബ് കോമ്പറ്റീഷൻ, അങ്ങനെ പലതരത്തിലുള്ള കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സമയമാണ്. പിന്നെ നമ്മൾ പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാ യൂണിറ്റിന്റെയും നമ്മുടെ പള്ളിയുടെ ആ ഒരു കോമ്പൗണ്ടിൽ തന്നെ ഉള്ളതൊക്കെ കാണാനും, പിന്നെ അതിലേതിനും ഫസ്റ്റ് കിട്ടിയ അങ്ങനെ സെക്കൻഡ് അങ്ങനത്തെ ഒക്കെ നമ്മൾ കാണാനും അതൊക്കെ പോണതും. പിന്നെ ക്രിസ്മസ് ട്രീയുടെ ഉണ്ടാവും, സ്റ്റാർ കോമ്പറ്റീഷൻ, പിന്നെ ക്രിബ്. ഈ 3 ഓരോ വർഷവും മാറി മാറി നമ്മുടെ സാധാരണ ഉണ്ടാവാറുള്ളത്. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ
നമ്മൾ സ്റ്റാർ ഇടുന്നത്. സ്റ്റാർ ഇടാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എന്താ പറയാ, ആ ഒരു സമയത്ത് ഈ പേപ്പറിന്റെ സ്റ്റാർ ഒക്കെ മേടിച്ചിട്ട് വരും. പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കാറ്റിന്റെ സമയമുള്ളതുകൊണ്ട് സ്റ്റാർ 2 ദിവസം ആകുമ്പോഴേക്കും അതിന്റെ പണിയൊക്കെ കഴിയും, കീറി പോയിട്ടുണ്ടാവും, അങ്ങനത്തെ ഓരോ ഇതുകളൊക്കെ. അപ്പൊ അതൊക്കെ ഒരു മെമ്മറീസ്. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോ ലൈറ്റിന്റെ LED ലൈറ്റിന്റെ പോലത്തെ സ്റ്റാർ ആയി. പക്ഷെ എന്നാലും എനിക്ക് എപ്പോഴും ഇഷ്ടം നമ്മുടെ ആ പഴയ ആ ഒരു പേപ്പറിന്റെ സാധാരണ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ആ ഒരു സിമ്പിൾ സ്റ്റാർ തന്നെയാണ് കേട്ടോ. പക്ഷെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഇഷ്ടമുള്ളത്. ക്രിസ്മസ് സെലിബ്രേഷൻ പണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർ ഇടും, ട്രീ ഉണ്ടാക്കും. ട്രീ ഉണ്ടാക്കല്ല, വെക്കും. പിന്നെ ക്രിബ് വെക്കും. ഇതൊക്കെ തന്നെയായിരുന്നു മെയിൻ സെലിബ്രേഷൻ. പക്ഷെ ട്രീ കോമ്പറ്റീഷൻ അല്ല, നമ്മൾ ട്രീ വെക്കാന്നൊക്കെ പറയുന്നത് എന്താ പറയാ, പണ്ട് എന്നൊക്കെ പറയുമ്പോൾ ട്രീ മേടിക്കണേക്കാളും മുമ്പ് രസമായിരുന്നു. കാരണം നമ്മുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു മരത്തിന്റെ കൊമ്പൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ അതിനെ ഈ അരങ്ങും ബലൂണൊക്കെ വെച്ച് അങ്ങനെ സെറ്റ് ചെയ്യും. പിന്നെ ഇപ്പോഴാണ് നമ്മൾ വെറുതെ ക്രിസ്മസിന്റെ ആ ഒരു ട്രീ അങ്ങനെ കിട്ടുമ്പോൾ ജസ്റ്റ് ആ ബോളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ ഡെക്കറേഷൻ ഐറ്റംസ് തന്നെ മേടിച്ചിട്ട് വെക്കാം. അപ്പൊ അതൊക്കെ ഒരു മെമ്മറീസ് ആണ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ. പിന്നെ നമുക്കറിയാം ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മുടെ കസിൻസ് ഒക്കെ ആയാലും വീട്ടിലൊക്കെ കേക്ക് കൊണ്ടുവരും. പിന്നെ നമ്മുടെ വീടുകളിൽ വൈൻ ഉണ്ടാക്കും. അപ്പൊ ഇതൊക്കെ ഒരു ഇതാണ്. പിന്നെ പ്ലം കേക്ക് നമ്മളിപ്പോ ഓരോ റീൽസിലൊക്കെ കാണുമ്പോൾ അറിയാലോ എങ്ങനെ പല കേക്കുകൾ ഉണ്ടെങ്കിലും അന്നത്തെ ആ ഒരു ക്രിസ്മസിന്റെ സമയത്തെ മെയിൻ സ്റ്റാർ എന്ന് പറയുന്നത് പ്ലം കേക്ക് എന്ന് പറഞ്ഞ പോലെ പ്ലം കേക്കുകളുടെ ഒരു വലിയൊരു സമയം തന്നെയാണ് ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ. പള്ളിയിൽ നമുക്ക് പാതിര കുർബാനയ്ക്ക് പോയിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും തരും. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ പള്ളിയിൽ നിന്ന് നടന്നു വരിക. അപ്പൊ അതൊക്കെ നല്ലൊരു മെമ്മറീസ് ആണ്. പിന്നെ നമുക്ക് സ്കൂളിലായാലും സെലിബ്രേഷൻ ഉണ്ടാവും. പിന്നെ ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്യുക, ക്രിസ്മസ് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുക. പിന്നെ എന്റെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിനെ എടുത്തിട്ട് നമുക്ക് ആ ഒരു ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയം വരെ നമ്മൾ ലെറ്റേഴ്സ് ഒക്കെ ഇങ്ങനെ എഴുതിയിടും. നമ്മുടെ ഫ്രണ്ടിന്റെ പേരിൽ നമ്മൾ വെക്കും, നമ്മുടെ പേര് വെക്കാണ്ട് അങ്ങനെ ഓരോ ലെറ്റേഴ്സ് ഒക്കെ എഴുതിയിട്ട് ഒരു ലെറ്റർ ബോക്സ് ഉണ്ട്. അപ്പൊ അവിടെ ഇട്ടിട്ട് നമ്മൾ അത് എടുത്തു കൊടുക്കും. നമ്മളപ്പോ അത് വായിച്ചിട്ട് ഇത് ഓരോന്ന് നോക്കിയിട്ട് ഇന്ന ആളാണോ എന്നൊക്കെ നമ്മൾ തന്നെ ഇങ്ങനെ വിചാരിക്കും, അങ്ങനെ നോക്കും കോളേജിലായാലും. പിന്നെ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് എന്തായാലും നമുക്കൊരു കളർ ഡ്രസ്സ് ഇടാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഈ ഓണം അല്ലെങ്കിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്. കാരണം ഞാൻ പഠിച്ചിട്ടുള്ളതെല്ലാം ഫുള്ള് യൂണിഫോമുള്ള സ്കൂളുകൾ തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ വല്ല ദിവസം നമ്മൾ കാത്തിരിക്കും നമുക്കൊരു വേറൊരു കളർ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴാണെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെയുള്ള സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് പല വീടുകളിലേക്ക് നമ്മൾ പോവും. നമ്മൾ അങ്ങനത്തെ പിന്നെ അതുപോലെ തന്നെ പള്ളികളിലത്തെ പല പള്ളിയിലത്തെ നമ്മള് ക്രിബൊക്കെ വെച്ചിട്ടുള്ളത് കാണാൻ പോവും. ക്രിബ് സെറ്റ് ചെയ്യുന്നതിന് പിന്നെ എന്റെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ റിസ്ക് ഒന്നും എടുക്കാറില്ല കേട്ടോ. നമ്മൾ നമുക്ക് ഇങ്ങനത്തെ റെഡിമെയ്ഡ് ക്രിബ് കിട്ടുള്ളൂ. അപ്പൊ അതിൽ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാറുള്ളൂ. അല്ലാതെ നമ്മൾ അങ്ങനെ വലിയ പല വീടുകളിൽ നമുക്കറിയാം ഈ ക്രിബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഫുള്ള് ശരിക്കും ഒരു തൊഴുത്ത് എങ്ങനെയാന്നുണ്ടെങ്കിൽ അതുപോലെയൊക്കെ സെറ്റ് ചെയ്തെടുക്കും. അതുപോലെ നേരത്തെ തന്നെ പുല്ലൊക്കെ ഇങ്ങനെ ഇതിന്റെ ഇതിട്ടിട്ട് നമ്മൾ അതൊക്കെ വളർത്തി റെഡിയാക്കി വെക്കും. അങ്ങനെ ഓരോന്നൊക്കെ സെറ്റ് ചെയ്ത് ശരിക്കുള്ള ഒരു പാടം പോലെയും അങ്ങനെ ഒരു ഇതൊക്കെ ആക്കിയിട്ട് പിന്നെ പാലസ് ഉണ്ടാക്കും. അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ അതിലൊന്നും റിസ്ക് എടുക്കാറില്ല. നമ്മുടെ റെഡിമെയ്ഡ് ഓൾറെഡി സെറ്റ് ഉള്ളത് വെച്ചിട്ട് ചെയ്യാറുള്ളൂ. പിന്നെ ഇപ്പോഴാണ് പിന്നെയും കല്യാണമൊക്കെ കഴിഞ്ഞപ്പോ ഇതിൽ കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്താലോ. കാരണം ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഇങ്ങനത്തെ കാര്യത്തിൽ പണി എടുക്കാറില്ല. കാരണം നമുക്ക് അറിയാലോ, നമുക്ക് ടിവിയില് ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ നല്ല സിനിമകളും കുറെ പരിപാടികളും നമുക്ക് സിനിമ കാണാനായാലും TV കാണാനായിട്ട് ഒരു എന്താ പറയാ നമുക്ക് തരുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാൻ. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വെക്കേഷൻ സമയമുള്ളൂ. അപ്പൊ നമ്മൾ ഫുൾ ടൈം ടിവിയുടെ ഫ്രണ്ടിലായിരിക്കും. അന്ന് പിന്നെ മൊബൈൽ ഫോൺ ഇല്ല, നെറ്റ് ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ TV കാണാൻ പറ്റുന്ന അത്രയും സമയം അതിന്റെ മുമ്പിൽ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അധികം മെനക്കെടാറില്ല. അപ്പൊ നമ്മൾ ഉള്ളത് വെച്ചിട്ട് അതെന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ ഇപ്പോഴാലോചിക്കുമ്പോഴാണ് അന്ന് അങ്ങനെയൊക്കെ ചെയ്യായിരുന്നല്ലോ എന്നുള്ള ഒരു ഇത് തോന്നണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഇവർക്ക് എന്റെ മക്കൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറ്റുന്ന പോലെ ചെറിയ ചെറിയ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാക്കാൻ ചെറിയ ട്രീ പോലെ നമ്മള് സെറ്റ് ചെയ്യും. ഓൾറെഡി നമ്മള് അങ്ങനത്തെ റെഡിമെയ്ഡ് ട്രീ വെക്കും. പക്ഷെ അതല്ലാതെ തന്നെ നമ്മൾക്ക് ഇങ്ങനെ ചെറിയൊരു നമ്മളുടെ ഒരു വീട്ടില് നമ്മുടെ ചുമരിലൊക്കെ വെക്കാൻ പറ്റുന്ന പോലെ ഇപ്പൊ പല വീഡിയോസിലൊക്കെ നമ്മൾ കാണുമല്ലോ, ട്രീ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ അതുപോലെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യും. പിന്നെ ചെറിയ ചെറിയ എന്താ പറയാ വീട് തന്നെ നമ്മൾ ആ ഒരു ക്രിസ്മസിന്റെ ആ ഒരു തീമിലേക്ക് കൊണ്ടുവരും.
അതായത് എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഒക്കെ അങ്ങനെ നമ്മുടെ വീട്ടിലുള്ളത് മാറ്റിയിട്ട് ആ ഒരു ക്രിസ്മസിന്റെ ഫീലിലേക്ക് വരുന്ന അതുപോലെ ക്രിസ്മസിന്റെ ലൈറ്റ് ഇടും, സ്റ്റാർ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അപ്പൊ ഇവർക്കായാലും അത് ഇപ്പോഴേ കണ്ടു തുടങ്ങുമ്പോഴാണല്ലോ ക്രിസ്മസ് എന്താന്നും അപ്പൊ ആ ഒരു ടൈമിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരിക്കുക, അങ്ങനത്തെ ഒരു ഫീലൊക്കെ വരുള്ളൂ. അപ്പൊ ഇപ്പൊ തന്നെ ക്രിസ്മസിന്റെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പല സ്ഥലങ്ങളിൽ ട്രീ ഒക്കെ വെച്ചിട്ടുള്ളതൊക്കെ കാണുമ്പോൾ നമ്മൾ എപ്പോഴാണ് ട്രീ വെക്കുക വേഗം വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ ഞാൻ സാധാരണ നമ്മൾ ഡിസംബർ 1 ട്രീ വെക്കും. പക്ഷെ ഇപ്പോൾ ഞാനിവിടെ ട്രീ വെച്ച് കഴിഞ്ഞാൽ ട്രീമ ഞാനിടുന്ന ബോളുകൾ ക്രിസ്മസിന്റെ സമയമാകുമ്പോഴേക്കും അതിലത്തെ പകുതി മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത് എടുക്കാനുള്ള ഒരു ഇത് കാരണം ചിലപ്പോൾ ബോളുകൾ പകുതി ലാസ്റ്റ് ആകുമ്പോഴേക്കും അതിലത്തെ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇതുവരെ വെച്ചിട്ടില്ല. പിന്നെ പണ്ട് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാല് എന്റെ മനസ്സില് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഒരു കളറേ ഉണ്ടായിരുന്നുള്ളൂ, റെഡ് മാത്രമേ. എന്റെ മനസ്സിൽ അങ്ങനെയായിരുന്നു പണ്ട് എന്നൊക്കെ പറയുമ്പോൾ ക്രിസ്മസിന്റെ കളർ റെഡ് എന്നായിരുന്നു. പക്ഷെ പിന്നീടാണ് വൈറ്റും ഗ്രീനും റെഡും ഇത് മൂന്നും ക്രിസ്മസിന്റെ ആ ഒരു കളേഴ്സ് ആണെന്നുള്ള ഒരു ഇതിലേക്ക് മനസ്സിലായത്. എനിക്ക് അടുത്താണ് ഞാനത് തിരിച്ചറിയാം. മറ്റേത് എൻ്റെ ഇതിൽ റെഡ് അല്ലെങ്കിൽ വൈറ്റ് അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോഴൊക്കെ ആകുമ്പോൾ നമ്മൾ ആ ഒരു കളറിലുള്ള ഡ്രസ്സ് ഇപ്പൊ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ ഈ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. മറ്റേത് നമ്മുടെ വീട്ടിൽ തന്നെ ഒതുങ്ങുന്ന അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ക്രിബ് ട്രീ ഒക്കെ സെറ്റ് ചെയ്തു കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ഒന്നും കൂടിയും നമ്മൾ ഫോട്ടോസ് എടുക്കലും ഫോട്ടോഷൂട്ട് ക്രിസ്മസിന്റെ അങ്ങനെ പല അതുകളൊന്നും നമ്മൾ ചെയ്യാറില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ എന്താ പറയാ ഒരു പ്രൊഫഷണൽ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും അല്ലെങ്കിലും വീട്ടിൽ തന്നെ നമ്മള് നമ്മുടെ ഫോട്ടോസ് എടുക്കും. കാരണം നമുക്ക് അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ നല്ല മെമ്മറീസ് ആണല്ലോ. പിന്നെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നോമ്പിന്റെ ഒരു സമയമാണ്. ഒരു 25 ദിവസം നമ്മൾ നോമ്പ് എടുക്കൂലേ. അപ്പൊ നോമ്പ് എന്ന് പറയുമ്പോൾ നമ്മള് പലരും പല രീതിയിൽ എടുക്കും. ചിലവര് ചിക്കൻ മാത്രം എടുക്കും, ചിലവര് ഫിഷും ഇറച്ചിക്കും എടുക്കും. ഇനി ചിലവരാണെങ്കിൽ എഗ്ഗും പാലും ഒക്കെ എടുക്കും. അപ്പൊ അത്രയ്ക്കൊന്നുള്ള മനക്കെട്ടി നമുക്കില്ലാത്തതുകൊണ്ട് നമ്മള് ഫിഷും മീറ്റും മാത്രമേ എടുക്കാറുള്ളൂ. എന്താ പറയാ മുട്ടയ്ക്കും പാലിനൊന്നും നമ്മള് നോമ്പ് എടുക്കാറില്ല. അതുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ലേ. ഇതന്നെ നമ്മൾ ഒരു വിധത്തില് വളരെ ടൈറ്റ് കഷ്ടപ്പെട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നതാണ്. അത് ക്രിസ്മസിന്റെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് നമ്മള് UAE എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സെലിബ്രേഷൻസ് മാത്രം കാണാൻ പറ്റുന്ന ഒരു സമയമാണ്. കാരണം ഏത് മോളിൽ കയറി ഇറങ്ങിയാലും അവിടെയൊക്കെ നമുക്ക് സാന്റനെ കാണാനും അതുപോലെ ഫോട്ടോസ് എടുക്കാനും ഒരു ക്രിസ്മസ് വില്ലേജ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ക്രിസ്മസിന്റെ പല പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. നാട്ടിലുള്ളതിനേക്കാളും കൂടുതൽ ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരുവിധ എല്ലാ സ്ഥലങ്ങളിലും ക്രിസ്മസിന്റെ വലിയ വലിയ ട്രീസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു മൊത്തത്തിൽ നമുക്കൊരു ഇഷ്ടപ്പെടുന്ന ഒരു സമയം തന്നെ. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ എന്ന് പറയുമ്പോൾ ഡിസംബറിൽ ഒരു എന്താ പറയാ തണുപ്പായി, ചൂടും ഇല്ല, ക്ലൈമറ്റും നമുക്ക് ആ ഒരു ഇതിൽ തന്നെ വരും. അപ്പൊ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സമയം തന്നെയായിരിക്കും ഇവിടെ എന്തായാലും. പക്ഷെ നമുക്ക് എന്തായാലും നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു സമയമായിരിക്കും. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ വിന്റർ വെക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നാട്ടിലെ പോലെ തന്നെ നമുക്ക് ആ ഒരു ക്രിസ്മസിന്റെ ഒരു സമയത്ത് നമുക്ക് വെക്കേഷനും ക്ലാസ്സും കാര്യങ്ങളും ഉണ്ടാവൂലേ. അപ്പോൾ അങ്ങനെ ആ ഒരു ടൈം നമുക്ക് ഇവിടെ ആയാലും നല്ല പോലെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. പിന്നെ ക്രിസ്മസിനെന്ന് പറയുമ്പോൾ നമ്മൾ ഈ 25 ദിവസം നോമ്പെടുത്തിട്ട് ക്രിസ്മസിന്റെ അന്ന് പള്ളിയിൽ പോയിട്ട് ആ നോമ്പ് വിടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഒരിക്കലും പറഞ്ഞ അത്ര അതിന്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഫീലാണ്. കാരണം നമുക്ക് അത്രയും ദിവസം നമ്മൾ ഈ വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അന്നത്തെ ദിവസം ആ നോമ്പ് തുറക്കുമ്പോ അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. പ്രത്യേകിച്ച് എൻ്റെ ഇവിടെ ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട് വന്നപ്പോഴാണ് അവിടുത്തെ മെയിൻ നമ്മൾ നോമ്പ് വിടുന്നതാണ് വട്ടയപ്പവും ബീഫ് പോർക്ക് ഇതൊക്കെ റെഡിയാക്കിയിട്ട് കട്ടൻ ചായയും കുടിച്ച് നമ്മൾ ആ ഒരു നോമ്പ് വിടുന്ന ഒരു സംഭവം. എന്റെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിറ്റേ ദിവസം ആകുമ്പോൾ ഫുഡ് നമ്മൾ കഴിക്കാൻ സാധാരണ ഇത്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അമ്മ വട്ടയപ്പം ഉണ്ടാക്കും. തലേദിവസം ഇതിനുള്ളത് ആക്കി വെച്ചിട്ട് നമ്മളത് പള്ളിയിൽ പോകുന്നതിനേക്കാൾ മുമ്പ് ആക്കിയിട്ടുണ്ടാവും. പിന്നെ നമ്മള് കറിയും കാര്യങ്ങളൊക്കെ തലേദിവസം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മള് ഇറച്ചി പോർക്ക് ഇറച്ചിയും അതുപോലെ ചിക്കനും ബീഫും ഒക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ പള്ളിയിൽ പോയി വന്നിട്ട് പാതിര കുർബാനയ്ക്ക് പോയി വന്നിട്ട് ഇത് നമ്മള് വട്ടയപ്പം കട്ട് ചെയ്തിട്ട് ഈ കറിയും കാര്യങ്ങളും കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കിയതൊക്കെ കഴിച്ചിട്ടാണ് നമ്മളുടെ നോമ്പ് നമ്മൾ വീടുന്നത്. ഇതൊക്കെയാണ് എൻ്റെ ഒരു ക്രിസ്മസ് എന്ന് പറയുമ്പോഴുള്ള കുറച്ച് മെമ്മറീസ്. അപ്പോൾ
എന്താ പറയാ, അത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം. ഇതുപോലെ പലർക്കും നമുക്ക് ക്രിസ്മസിന്റെ ആ ഒരു ടൈമിൽ പല മെമ്മറീസ് ഉണ്ടായിരിക്കും. അപ്പൊ എന്റെ ഓർമ്മയിലുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്റെ ഒരു ക്രിസ്മസിന്റെ ആ ഒരു സമയം. അപ്പോൾ ഇന്നത്തെ എന്റെ ഈ ഒരു ഡിസംബർ സ്പെഷ്യൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നു വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇനി നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.